കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ഹെയർ കെയർ ടിപ്പാണ് പറയുന്നത്. എല്ലാവരെയും വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നമാണ് അകാല നര, അല്ലേ? അപ്പോൾ പ്രായമാവുമ്പോൾ വരുമെങ്കിലും ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് വളരെ ചെറുപ്പക്കാരിൽ തന്നെ ഇത് കാണാറുണ്ട്. അപ്പോൾ ഒരുവിധം കളർ ചെയ്യുമ്പോഴും ഒക്കെ ഇത് മറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും എപ്പോഴും കളർ ചെയ്ത് മുടി കേടാകുന്നതായിരിക്കും ഫലം. അപ്പോൾ ഈ മുടി നര അകറ്റാൻ പലരും എളുപ്പത്തിൽ ഡൈ ഉപയോഗിക്കും. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഈ കൃത്രിമ ഡൈ ഉപയോഗിച്ച് മുടി കറുപ്പിച്ചാലും താൽക്കാലികമായിട്ടൊരു ഫലം ലഭിക്കുമെങ്കിൽ ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ സ്വാഭാവികമായി ഈ നരയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ദോഷം വരുത്താതെ നാച്ചുറലായിട്ടുള്ള ഒരു ഡൈ നമുക്ക് ഉപയോഗിക്കാം. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ഇതിനായിട്ട് പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇൻഡിക്ക പൗഡർ. നീലയമരി എന്നാണ് ഇത് മലയാളത്തിൽ പറയുന്നത്. മുടിയിൽ തേക്കുന്ന ധാരാളം ആയുർവേദ എണ്ണകളിലും മറ്റും ഈ നീലയമരി അടങ്ങിയിട്ടുണ്ട്. നീലിഭൃങ്ങാതി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട തൈലങ്ങളിലെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. മുടിയുടെ നര മാറാൻ ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മുടി വളർച്ചയ്ക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. 2 സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് ഇത് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ തേയിലപ്പൊടി എടുത്ത് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ച് അതൊരു 1/2 ഗ്ലാസ് ആക്കി എടുക്കാം. അത് ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ലെങ്ത്തിന് അത് എത്ര എടുക്കണം എന്നനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നല്ല അല്പം ഒരു കട്ടിയുള്ള നല്ലതുപോലെ തിളപ്പിച്ചൊരു അല്പം കട്ടിയുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഹെന്ന പൗഡർ, അതായത് മൈലാഞ്ചിപ്പൊടി, ഈ ഒരു മൈലാഞ്ചിപ്പൊടി എപ്പോഴും നാച്ചുറലായത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ മൈലാഞ്ചി, അതായത് അരച്ച മൈലാഞ്ചിയും എടുക്കാം. ഇതിലേക്ക് 1 മുട്ട, പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവയും ചേർക്കാം. പിന്നെ കളർ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം കാപ്പിപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ മിശ്രിതം ഒരു ഓവർനൈറ്റ്, അതായത് ഓവർനൈറ്റ് അല്ലെങ്കിലും ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഹെയറിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ പറ്റണം, മുടിയിൽ മുഴുവൻ പറ്റണം. നമ്മളിത് ഇന്ന് രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഹെന്ന മിശ്രിതം തലേന്ന് രാത്രി തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ഇന്ന് രാവിലെ നമുക്ക് ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും നല്ലതുപോലെ മുടിയിൽ വെക്കണം. എങ്കിൽ മാത്രമേ കളറ് കിട്ടുകയുള്ളൂ. ചുരുങ്ങിയത് 2 മണിക്കൂർ വെക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഷാമ്പൂ മറ്റൊന്നും ഉപയോഗിക്കരുത്. മുടി നമ്മൾ കഴുകി കഴിയുമ്പോൾ നരച്ച മുടിയുള്ളവർക്ക് ഒരു ബർഗൻഡി കളർ, അതായത് ഒരു ബ്രൗൺ പോലുള്ള കളർ ലഭിക്കും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസമാണ്. അതായത് ഇന്ന് ഹെന്ന ഉപയോഗിച്ചെങ്കിൽ അടുത്ത ദിവസമാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അടുത്ത ദിവസം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ തേയില വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മുടെ മുടിക്ക് ആവശ്യമായ നീലയമരിപ്പൊടി, ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കുമല്ലോ, അത്രയും നീലയമരിപ്പൊടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ല തിക്കായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് വെക്കുക. അതിനുശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നരച്ച ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബർഗൻഡി കളർ ആയിരിക്കും. ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ കൂടുതൽ പുരട്ടുക. ഒരു 2 മണിക്കൂർ നേരം ഇത് തലയിൽ ഇട്ടതിന് ശേഷം കഴുകിക്കളയാം. ഇതും സാധാരണ വെള്ളത്തിൽ മാത്രം കഴുകുക, ഷാമ്പൂ വേണ്ട. സാധാരണ രീതിയിൽ കഴുകി കഴിയുമ്പോൾ മുടിക്ക് ഏകദേശം ഒരു കറുപ്പ് നിറം ലഭിച്ചിട്ടുണ്ടാകും. മുടിക്ക് യാതൊരു ദോഷവും വരത്തില്ലെന്ന് മാത്രമല്ല, മുടി വളരാൻ സഹായിക്കുന്ന ഒരു നല്ല ഇൻഗ്രീഡിയന്റ് കൂടിയാണിത്. ഇത് മാസത്തിലൊരിക്കൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റു പാർശ്വഫലങ്ങളൊന്നും പേടിക്കാതെ നാച്ചുറലായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അല്ല, ഇത് ആവശ്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്പുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.